നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഭഗവാനിൽ നിന്നിട്ട് തപസ്സിൻ്റെ ആ അനുഗ്രഹത്താൽ, തപസ്സെന്നുള്ള ദൈവീ സമ്പത്തിനാൽ അർജുനൻ നേടിയതായ ആ ദിവ്യമായിരിക്കുന്ന അനുഗ്രഹം. അപ്പോൾ എന്തുകൂടി സംഭവിച്ചു എന്ന് വ്യാസൻ നമ്മെ കേൾപ്പിക്കാൻ, സ്പൃഷ്ടസ്യ ത്രംബകേണാഥ ഫൽഗുനസ്യ അമിതൗജസ യത്കിഞ്ചിത് അശുഭം ദേഹേ തത്സർവം നാശമീവത്. എപ്പോഴാണോ സാക്ഷാൽ മഹാദേവൻ അർജുനനെ തൊട്ടത്, അർജുനനും മഹാദേവനുമായിട്ട് ആദ്യം ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും മുഷ്ടി ചുരുട്ടി അന്യോന്യം താടിക്കുകയായിരുന്നല്ലോ. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടും, ആ ഭഗവാനെ അർജുനൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടും, എപ്പോഴാണോ ഭഗവാൻ അർജുനനെ തൻ്റെ കൈകൊണ്ട് തൊട്ടത്, യുദ്ധം നടന്നപ്പോൾ തൊട്ടു. അത് കഴിഞ്ഞിട്ട് ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് അർജുനനെ സ്പർശിച്ചു, തൻ്റെ മാറോടണച്ച് ആലിംഗനം ചെയ്തു. അങ്ങനെ ഭഗവാൻ അർജുനനെ തൊട്ട മാത്രയിൽ എന്താണ് സംഭവിച്ചത് അർജുനനിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യത്കിഞ്ചിത് അശുഭം ദേഹേ, അർജുനന്റെ ആ ശരീരത്തിൽ എന്തൊക്കെ അശുഭങ്ങളാണോ ഉണ്ടായിരുന്നത്. ദേഹമെന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും കൂടി ചേർന്നതാണ്. അതിനെ ചേർത്തിട്ടാണ് ആ ശരീരമെന്നും ദേഹമെന്നുമൊക്കെ നമ്മുടെ ശാസ്ത്രത്തിലും അതേപോലെ തന്നെ സംസ്കൃത ഭാഷയിലും പറയുക. അങ്ങനെ ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ എന്തൊക്കെ വിപരീതാംശങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ അശുഭങ്ങളുണ്ടായിരുന്നു, തത് സർവം, അത് മുഴുവനും ഭഗവാൻ തൊട്ട മാത്രയിൽ തന്നെ നശിച്ചുപോയി. അശുഭങ്ങളെല്ലാം നശിച്ചുപോയി. പിന്നെയോ ശുദ്ധമായിരിക്കുന്ന ശുഭം മാത്രം, ശുഭകരമായ മംഗളകരമായിരിക്കുന്ന അവസ്ഥ മാത്രം നിറഞ്ഞു. ഭഗവാൻ ശങ്കരനാണ്, മംഗളത്തെ നൽകുന്നവനാണ്. ശിവനാണ്, എല്ലാവർക്കും സൗഖ്യത്തെ നൽകുന്നവനാണ്. ശിവം മാത്രം നിറഞ്ഞു, ശങ്കരത്വം മാത്രം നിറഞ്ഞു. അവിടെ അമംഗളങ്ങളെല്ലാം ദൂരീകൃതമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ത്രംബകൻ, 3 കണ്ണുള്ളവനായ മഹാദേവൻ, നെറ്റിക്കണ്ണിൻ്റെ കാര്യമെല്ലാം നേരത്തെ വിശദമായി പറഞ്ഞുവല്ലോ. അതാണ് ത്രംബകൻ, 3 കണ്ണുള്ളവൻ. സ്വർഗം ഗച്ഛേത്തി അനുജ്ഞാത ത്രംബകേണ തദർജുന. അർജുനനോട് ത്രംബകൻ, ശിവൻ, നീ ഇനി സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന നിർദ്ദേശം നൽകി, അനുജ്ഞ കൊടുത്തു. അർജുനൻ ഇപ്പോൾ ഹിമാലയത്തിൻ്റെ മുകളിൽ കൈലാസത്തിലാണ്, കൈലാസസാനുവിലാണ്. ഇനി നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ. അതിനേക്കാൾ വളരെ താഴെയാണ് സ്വർഗം. ഏറ്റവും മുകളിലാണ് കൈലാസം. അവിടെയാണ് പാർവതീ പരമേശ്വരന്മാരുടെ നിവാസം. ആ സ്വർഗത്തെ അപേക്ഷിച്ചിട്ട്, ആ ഹിമാലയത്തെ അപേക്ഷിച്ചിട്ട്, കൈലാസത്തെ അപേക്ഷിച്ചിട്ട് വളരെ താഴെയാണ് സ്വർലോകം. സ്വർലോകം കഴിഞ്ഞ് മഹർലോകം, അത് കഴിഞ്ഞ് ജനലോകം, അത് കഴിഞ്ഞ് തപോലോകം, അത് കഴിഞ്ഞ് സത്യലോകം, അതിനും അപ്പുറത്താണ് കൈലാസം. അത്യന്ത സൂക്ഷ്മമായ മണ്ഡലം. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ ദേവലോകത്തേക്ക് പൊയ്ക്കൊള്ളൂ എന്ന്. ഇനി മറ്റെല്ലാ ലോകങ്ങളും ആഗ്രഹമനുസരിച്ച് അർജുനന് ചെന്നു ചേരാൻ പറ്റിയതായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവയെല്ലാം താഴെയാണ്. ഏറ്റവും ഉപരിയാണ് കൈലാസം. തപസ്സുകൊണ്ട് എത്തിച്ചേരാവുന്ന പരമാവധി ഔന്നത്യമാണ് കൈലാസം.
അവിടെ എത്തിയ ആളിന് താഴെയുള്ള ലോകങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസവുമുണ്ടോ? നീ ഇനി ദേവലോകത്തിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞപ്പോൾ പ്രണമ്യ ശിരസാരാജൻ പ്രാഞ്ജലിർ ദൈവമക്ഷത ഐക്ഷത പ്രാഞ്ജലിർ ദൈവമക്ഷത പ്രാഞ്ജലിർ ദൈവമൈക്ഷത. അല്ലയോ മഹാരാജാവേ, ഇത് വൈശമ്പായനൻ ജനമേജയനെ കേൾപ്പിക്കുന്ന കഥയാണല്ലോ. വൈശമ്പായനൻ ജനമേജയനെ സംബോധന ചെയ്യാണ്. അല്ലയോ മഹാരാജാവേ, ഭഗവാൻ ഇങ്ങനെ ദേവലോകത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ അവസരത്തിൽ ഭഗവാനെ അർജുനൻ നമിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുതു. എന്നിട്ട് ഭഗവാനെ നിർനിമേഷനായിട്ട് അർജുനൻ നോക്കി നിന്നു. ആ അവസരത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? ധനുർമഹത് ദിദിജ പിശാചസൂദനം ദദൗഭവ പുരുഷവരായ ഗണ്ഡിവം. പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന അർജുനന് മഹത്തായിരിക്കുന്ന എല്ലാ പ്രകാരത്തിലും മഹത്ത്, ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും ഗുണ പൗഷ്കല്യം കൊണ്ടും പുണ്യ സംഭാരം കൊണ്ടും മഹത്തായിരിക്കുന്ന ഗാണ്ഡീവം എന്ന് പേരുള്ളതായ ആ വില്ല്, അതിനെ ആ യുദ്ധത്തിനിടയ്ക്ക് ഭഗവാൻ തൻ്റെ മായ കൊണ്ട് പിടിച്ചെടുത്തതാണല്ലോ. ആ വില്ല് അർജുനന് ആ അവസരത്തിൽ നൽകി, അർജുനനെ അനുഗ്രഹിച്ചു. വില്ലും അവനാഴിയും എല്ലാ ആയുധങ്ങളും അർജുനന് നൽകി. അർജുനന്റെ ശരീരമാകട്ടെ ഭഗവാൻ തൊട്ട മാത്രയിൽ തന്നെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും വിപരീതാവസ്ഥകളും തീർന്ന് അങ്ങേയറ്റം ആരോഗ്യപൂർണമായി, അങ്ങേയറ്റം മഹത്വപൂർണമായി കഴിഞ്ഞിരിക്കുന്നു. ഇതാ സർവ ആയുധങ്ങളും നൽകി. ഭഗവാനെ അർജുനൻ സന്തോഷത്തോടു കൂടിയിട്ട് നമിച്ചു. അർജുനൻ നോക്കി നിൽക്കവേ തന്നെ ഭഗവാൻ തൻ്റെ പത്നിയോടൊപ്പം, തന്നോടൊപ്പം വന്ന ഭൂതഗണങ്ങളോടൊപ്പം, പാർവതിയുടെ തോഴിമാരോടൊപ്പം ഭഗവാൻ അന്തർധാനം ചെയ്തു. നമുക്ക് കാണുവാനുള്ളതായ ശരീരത്തെ ഭഗവാൻ സ്വീകരിക്കുന്നതാണ് ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ. ഭഗവാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഈ കണ്ണുകൾ കൊണ്ട് കാണാനാവില്ല. ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഉള്ളിലെ കണ്ണ് തുറക്കണം. അതിനു വേണ്ടിയിട്ടാണ് തപസ്. അതാണ് ദൈവീ സമ്പത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ആ തപസ്സുകൊണ്ട് നാം യോഗ്യത നേടുമ്പോഴേക്കും നിർഗുണ നിരാകാരമായ പരബ്രഹ്മം സഗുണ സാകാരമായി നമുക്ക് കാണാവുന്ന ആ പ്രകാരത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ ആ രൂപം പിൻവലിക്കണം എന്ന് അദ്ദേഹം സങ്കല്പിക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് വിഷയമായിരിക്കുന്ന ആ രൂപത്തെ പിൻവലിക്കുകയും ചെയ്യും. ആ ദർശനം അരുളുമ്പോഴും ഈ കണ്ണുകൾ കൊണ്ടല്ല കാണുന്നത്, ദിവ്യചക്ഷുസ് കൊണ്ടാണ് കാണുന്നത്. അപ്പോഴും അദ്ദേഹം സൂക്ഷ്മരൂപിയായിട്ടാണ് നിൽക്കുക. ആ സൂക്ഷ്മരൂപത്തെ കാണുവാൻ ശേഷിയുള്ളതായ കണ്ണ്, അതാണ് ദിവ്യമായ കണ്ണ്. ഭഗവാൻ ദിവ്യമായ കണ്ണ് അർജുനന് നൽകുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെ ആ ദിവ്യചക്ഷുസ് കൊണ്ട് കാണുന്നു. അതിൻ്റെ മുന്നിൽ കാണപ്പെടുന്നതായ രൂപം ഭഗവാൻ ഇതാ പിൻവലിച്ചു. നിർഗുണ നിരാകാര അവസ്ഥയിലാണ് എപ്പോഴും ഭഗവാൻ. ഈ രൂപത്തോടുകൂടി നിൽക്കുമ്പോഴും നിർഗുണ നിരാകാരം തന്നെ. നമ്മുടെ കണ്ണിന് കാണാൻ പാകത്തിന് അത്രയും സഗുണസാകാരം. അത് പിൻവലിച്ചതോടുകൂടി നിർഗുണ നിരാകാരമായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നു. എങ്ങും നിലകൊള്ളുന്നു, എങ്ങും നിറഞ്ഞു നിലകൊള്ളുന്നു. പക്ഷേ കണ്ണുകൊണ്ട് കാണാനാവില്ല. അർജുനൻ അവിടെ വന്ദിച്ചിട്ട് അർജുനൻ ചിന്തിക്കുകയാണ്. വനപർവ്വത്തിലെ 41-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. തതോർജുന പരം ചക്രേ വിസ്മയം പരവീര. ശത്രു വീരന്മാരെയെല്ലാം സംഹരിക്കുന്നവനായ ആ അർജുനൻ അങ്ങേയറ്റം അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ ഭഗവത് ദർശനം അത് ആർക്കും അസാധ്യമായുള്ള കാര്യമാണ്. അതിനത്രയേറെ തപസ് വേണം. ആ ഒരു അലൗകികമായ പരമാനന്ദമയമായ അവസ്ഥ നേടാൻ കഴിഞ്ഞതിലുള്ള ആ ആഹ്ലാദം അർജുനനെ ഇളക്കിമറിക്കുകയാണ്. അത് വലിയൊരു അത്ഭുതമാണ്. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് പ്രപഞ്ചത്തെയും കടന്നു നിൽക്കുന്ന ആ പരമാത്മാവിനെ കാണാൻ കഴിഞ്ഞതിലുള്ള
ആ ആഹ്ലാദം അത്ഭുതകരമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അർജുനനെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് അർജുനൻ ചിന്തിച്ചു, സാക്ഷാൽ മഹാദേവനെ ഞാനിതാ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഗുരുനാഥനായ വ്യാസന്റെ നിർദ്ദേശമനുസരിച്ച് തപസ് ചെയ്തപ്പോൾ, ജ്യേഷ്ഠന്റെ അനുവാദത്തോടുകൂടി തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ അലൗകികമായ അനുഭവം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ധന്യോസ്മി അനുഗ്രഹീതോസ്മി. ഞാൻ ധന്യനാണ്, നേടേണ്ടത് നേടിക്കഴിഞ്ഞവനാണ്, ജീവിതം കൊണ്ട് സമ്പാദിക്കേണ്ടത് സമ്പാദിച്ചു കഴിഞ്ഞവനാണ്. ഏതൊരു മനുഷ്യനും നേടേണ്ടത് ബ്രഹ്മാനുഭവമാണ്, അതിനപ്പുറം വേറൊന്നില്ല. ആ പരമമായിരിക്കുന്ന അവസ്ഥയെ ഞാനിതാ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഞാൻ അനുഗ്രഹീതനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനായി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്മയാ ത്രയംബകോഹര പിനാകി വരദോരൂപി ദൃഷ്ട സ്പൃഷ്ടശ്ചപാണിന. ആ വരദനായിരിക്കുന്ന സർവവരങ്ങളെയും കനിഞ്ഞ് അരുളി ചെയ്യുന്നവനായ പിനാകി, പിനാകമെന്നുള്ള ആയുധത്തിൻ്റെ ഉടമയായിരിക്കുന്ന ശങ്കരൻ, അദ്ദേഹം ത്രംബകനാണ്, അദ്ദേഹം ഹരനാണ്, സകല ദുരിതങ്ങളെയും ദൂരീകരിക്കുന്നവനാണ്, മരണത്തെപ്പോലും ഇല്ലാതാക്കുന്ന മൃത്യുഞ്ജയനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ കണ്ണുകൊണ്ട് കാണാൻ പാകത്തിനുള്ളതായ രൂപത്തിൽ ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ഞാൻ കണ്ടുവല്ലോ. ഞാൻ ഏറ്റവും ധന്യനാണ് എന്ന് മാത്രമല്ല, ഞാൻ അനുഗ്രഹീതനുമാണ്. ഇതിൽ പരം ഒരു വലിയ അനുഗ്രഹം വേറെ എന്താണ് ഒരു മനുഷ്യന് നേടാനുള്ളത്? അത് ഞാൻ ഇതാ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അർജുനൻ ചിന്തിക്കുന്ന അവസരത്തിൽ അർജുനന്റെ മുന്നിൽ അഷ്ടദിക്പാലകന്മാർ വരികയാണ്. അർജുനൻ എത്തി നിൽക്കുന്നത് ഭഗവത് സന്നിധിയിൽ. അവിടെ നിന്ന് ഭഗവാനെ കണ്ടു, ഭഗവാന്റെ അനുഗ്രഹം നേടി. ആ അർജുനനെ സന്തോഷിപ്പിക്കാൻ, ആ അർജുനന് അനുഗ്രഹങ്ങൾ പകരാൻ അഷ്ടദിക്പാലകന്മാർ വരുന്നു. ഭഗവാന്റെ സൃഷ്ടിവിശേഷങ്ങളാണ് അവരെല്ലാ പേരും. ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവരാണവർ. പ്രപഞ്ചത്തിന്റെ 8 ദിക്കുകളിൽ നിന്നുകൊണ്ട്, 8 കോണുകളിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവർ. ഭഗവാന്റെ ആജ്ഞയനുസരിച്ച്, മഹാദേവന്റെ ആജ്ഞയനുസരിച്ച് അവരിതാ അർജുനനെ അനുഗ്രഹിക്കാനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തതോ വൈദൂര്യവർണാഭോ ഭാസയൻ സർവതോ ദിശഃ യാദോഗണ വൃതശ്രീമാൻ ആജഗാമ ജലേശ്വര. ആജഗാമ ജലേശ്വര, ജലേശ്വരൻ, സമുദ്രത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന വരണൻ. അദ്ദേഹം ജലത്തിൽ വസിക്കുന്നവരായ ജലജന്തുക്കളോടൊപ്പം അർജുനന്റെ സമീപത്ത് എത്തിച്ചേർന്നു. എങ്ങനെ? വൈഡൂര്യ രത്നത്തിൻ്റെ പ്രകാശത്തോടു കൂടിയവനായിട്ട്. അദ്ദേഹത്തിൽ നാലുപാടും ആ പ്രകാശം പരക്കുന്നത് കൊണ്ട് ദിക്കുകൾ മുഴുവൻ ആ വൈഡൂര്യ പ്രഭയിൽ മുങ്ങി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഭാസയൻ സർവതോ ദിശ, എല്ലാ ദിക്കുകളെയും അങ്ങനെ ആ നിറത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് വരുണഭഗവാൻ അർജുനന്റെ മുന്നിലെത്തിച്ചേർന്നു. നാഗങ്ങളോടൊപ്പം, നദങ്ങളോടൊപ്പം, നദികളോടൊപ്പം. നദങ്ങളും നദികളുമെല്ലാം വരുണന്റെ പത്നിമാരാണ്, സമുദ്രത്തിന്റെ പത്നിമാരാണ്. നദങ്ങൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. നമ്മൾ മലയാളികൾ എല്ലാറ്റിനെയും നദി എന്ന് പറയും, എല്ലാ നദികളെയും. സംസ്കൃതത്തിൽ പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറേ ദിശയിലേക്ക് ഒഴുകുന്നവയെല്ലാം നദമെന്നും കിഴക്കേ ദിക്കിലേക്ക് ഒഴുകുന്നവയെ നദി എന്നാണ് പറയുക. അതാണ് നാഗൈർ നദൈർ നദീഭിശ്ച ദൈത്യൈ സാധ്യൈശ്ച ദൈവതൈ എന്നിങ്ങനെയാണ് ഇവിടെ വ്യാസം പറയുക. നാഗങ്ങളോടൊപ്പം, നദങ്ങളോടൊപ്പം, നദികളോടൊപ്പം, ദൈത്യന്മാരോടൊപ്പം, സാധ്യന്മാരോടൊപ്പം, ദൈവതങ്ങളോടൊപ്പം, സകല ജലജന്തുക്കളുടെയും ഈശ്വരനായിരിക്കുന്ന വരണൻ ആ അർജുനനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടി അർജുനന്റെ മുന്നിൽ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ വരണൻ എത്തിക്കഴിഞ്ഞു പടിഞ്ഞാറ് വശത്ത്. അപ്പോഴേക്കും അങ്ങ് വടക്ക് വശത്ത് കുബേരനെത്തി. അതാണ് അഥ ജാംബൂനദ വപു
വിമാനേന മഹർച്ചിഷ. ജാമ്പൂനദത്തിൻ്റെ സ്വർണത്തിൻ്റെ വർണ്ണമുള്ളതായ ശരീരത്തോടു കൂടിയവനായിട്ട് തൻ്റെ വിമാനത്തിൽ മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നതായ വിമാനത്തിൽ ഏറിയിട്ട് ആ വിമാനം തന്നെ ലോകമെമ്പാടും പ്രകാശം ചൊരിയുന്നതാണ്. അങ്ങനെയുള്ള വിമാനത്തിൽ ഏറിയിട്ട് ലോകമെമ്പാടും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പ്രഭാപൂർണമാക്കിക്കൊണ്ട് കുബേരൻ എത്തിച്ചേർന്നു അർജുനന്റെ സമീപത്ത്. ആ അവസരത്തിൽ അർജുനന്റെ സമീപത്ത് പിന്നെ എത്തിച്ചേർന്നത് യമനാണ്.